السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ ആവേണ്ടത്, ശ്രമിക്കേണ്ടത്, സ്വപ്നം കാണേണ്ടത് നല്ല സ്വഭാവം നേടിയെടുക്കാനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് അള്ളാഹു പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൽ അദീം. പ്രവാചകരെ, താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾക്ക് ഞാനിതാ ഒരു പ്രവാചകൻ അയച്ചു തരുന്നു, അദ്ദേഹത്തെ നിങ്ങൾ പിന്തുടരുക. നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകനെ പിന്തുടരുക. കുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുക്കും അല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. പ്രവാചകരെ പറയുക, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ താങ്കളെ പിന്തുടരാൻ പറയുക. എങ്കിൽ അള്ളാഹു അവരെ ഇഷ്ടപ്പെടുകയും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യും. ഒരു ഓർഡിനറി മനുഷ്യനെന്ന നിലക്ക് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ പല പ്രതിസന്ധികളും പല സംസാരങ്ങളും നടന്നേക്കാം. അപ്പോഴൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളെ ഇടപാടുകളെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിയിക്കുന്നുണ്ട്. വൽ ഖാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. സൂറ ആലു ഇമ്രാനാണ്. കോപം വന്നാൽ അത് ഒതുക്കി വെക്കുന്നവരും ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരും അള്ളാഹുവോട് ഭക്തിയുള്ളവരുമാകുന്നു. ഇത്തരം ആളുകളെയാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം പറഞ്ഞു, മതം ഗുണകാംക്ഷിയാണ്, മതം ഗുണകാംക്ഷിയാണ്, മതം ഗുണകാംക്ഷിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി. യുക്തിദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചു കൊള്ളുക. ഒരു വിശ്വാസിയുടെ സ്വഭാവം ചൈതന്യവത്തായ പ്രക്രിയയിലൂടെ നന്നാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അത് മറ്റൊന്നുമല്ല, നമസ്കാരമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകർ ദിക്റുല്ലാഹി അക്ബറ. തീർച്ചയായും നമസ്കാരം തെറ്റിൽ നിന്നും നീചവൃത്തിയിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന പരിചയമാകുന്നു. സിൻസിയറായിക്കൊണ്ട് ആത്മാർത്ഥമായി നമസ്കാരത്തെ സമീപിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ സ്വഭാവം ഏറ്റവും നല്ലതായിരിക്കും. ഒരു സക്സസ്ഫുള്ളായ വ്യക്തിയുടെ കാര്യം അള്ളാഹു പറയുന്നത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം ഖാശിഊൻ. ഖുശൂവോടുകൂടി ഭക്തിയോടുകൂടി നമസ്കാരത്തെ സമീപിച്ചവൻ മാത്രമാണ് സക്സസ്ഫുള്ളായിട്ടുള്ള ആൾ, വിജയിച്ച ആൾ. ലോകത്തിലെ 2ാമത്തെയും 3ാമത്തെയും ധനികന്മാരായ ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഇലോൺ മസ്കിനെയും ജെഫ് ബെസോസിനെയൊക്കെയാണ് പറയുക. എങ്കിൽ 1ാമത്തെ ആളാരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫജ്ർ നമസ്കാരത്തിന് മുമ്പ് വളരെ ഖുശൂവോടുകൂടി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചവൻ ലോകവും അതിലുള്ള സർവ്വതും അവൻ്റേതാകുന്നു. അവനല്ലേ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ. സമാധാനത്തോടുകൂടി അവൻ കിടന്നുറങ്ങുന്നു. എന്നാൽ ഇന്ന് ലോകത്തിലുള്ള സമ്പന്നരായ ആളുകളൊക്കെ ഒരു പക്ഷേ ഉറങ്ങുന്നത് തന്നെ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നമസ്കാരത്തിലൂടെ നമ്മൾക്ക് നമ്മുടെ സ്വഭാവം നന്നാക്കാം, മനസ്സിൻ്റെ സമാധാനം നേടിയെടുക്കാം. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.